പത്തനംതിട്ട ജില്ലയിലെ മലയോര മണ്ണായ കോന്നിയിലേക്കാണ്. കോന്നി എന്തായാലും ഇന്ന് വികസനത്തിൻ്റെ പുതിയ പാതയിലാണ്. ആനക്കൂടിൻ്റെ പെരുമയോടൊപ്പം അത്യാധുനിക മെഡിക്കൽ കോളേജും മലയോര ഗ്രാമങ്ങളെ കോർത്തിണക്കുന്ന BC റോഡുകളുമൊക്കെ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നു. കോന്നി MLA KU ജനീഷ് കുമാറിനൊപ്പം മണ്ഡലത്തിലെ പ്രധാന വികസന കാഴ്ചകളിലേക്ക്. ഒരു കാലത്ത് കാട്ടുമുക്ക് എന്ന് വിളിച്ചിരുന്ന ഈ പ്രദേശം മെഡിക്കൽ കോളേജിന്റെ വരവോടെ വികസന കുതിപ്പിലാണ് ഇന്ന്. 352 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് യാഥാർത്ഥ്യമായത്. അത്യാധുനിക OP ബ്ലോക്ക്, ലേബർ റൂം, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ സജ്ജമായി കഴിഞ്ഞു. മലയോര ജനതയ്ക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ഇനി നഗരങ്ങളെ തേടി പോകേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനമാണ് ഈ കെട്ടിടങ്ങൾ. കോന്നി മെഡിക്കൽ കോളേജ് ഇതേപോലെ പതിറ്റാണ്ടുകളായി കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു പദ്ധതിയായിരുന്നു. മലയോര നാടിൻ്റെ ആ സ്വപ്ന പദ്ധതി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത്. അതിൻ്റെ ഭാഗമായി എല്ലാ വിധത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരുങ്ങി 2022 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരം നേടിയെടുത്തു. ഇപ്പോൾ 4ാം വർഷ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ 100 ഡോക്ടർമാരെ നമ്മുടെ മെഡിക്കൽ കോളേജ് രാജ്യത്തിന് സംഭാവന കൊടുക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഈ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ 352 കോടി രൂപ കൊണ്ട് വളരെ വേഗമാണ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കിലോമീറ്ററുകളോളം മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പുനലൂർ മൂവാറ്റുപുഴ പാത കോന്നിയുടെ യാത്രാ ദുരിതം അവസാനിപ്പിച്ചു. കലഞ്ഞൂർ മുതൽ പ്ലാച്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ നടന്ന നവീകരണം മണ്ഡലത്തിലെ വ്യാപാര മേഖലയ്ക്കും വലിയ ഉണർവ് നൽകി. ഗ്രാമീണ മേഖലകളിലേക്കുള്ള മറ്റു റോഡുകളും BC ടാറിംഗ് നടത്തി മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ചു. പലപ്പോഴും മലയോര മേഖലയിലെ ജനങ്ങൾ പ്രയാസം അനുഭവിച്ച് റോഡുകളുടെ കാര്യത്തിലായിരുന്നു. ആ റോഡുകളെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, അതെല്ലാം ആധുനിക നിലവാരത്തിലേക്ക് മാറി. BC നിലവാരത്തിലേക്ക് മലയോര മേഖലയിലെ റോഡുകൾ മാറി. 1000 കോടിയിലധികം രൂപയാണ് ഗ്രാമീണ റോഡിൻ്റെ വികസനത്തിന് മാത്രം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ മേഖലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൈരവൻ പാലം, ചിറ്റൂർക്കടവും ആവണിപ്പാറയും ഉൾപ്പെടെ പാലങ്ങൾ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പത്തനംതിട്ട ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന കോന്നി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായ ആനക്കൂടും, അടവി, കുട്ടവഞ്ചി സവാരിയും വനത്തിനുള്ളിലെ ബാംബു ഹട്ടുകളും കോന്നിയെ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. പച്ചപ്പിനെ നോവിക്കാതെ നടപ്പിലാക്കുന്ന ഗ്രീൻ ടൂറിസം പദ്ധതികൾ മണ്ഡലത്തിലെ 100 കണക്കിന് പേർക്ക് തൊഴിലവസരവും നൽകുന്നു. മനോഹരമായ കോന്നി കൂടുതൽ ടൂറിസ്റ്റുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി ആനക്കൂടും, അടവിയും, ആലുവാങ്കുടിയും, ഗവിയും എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ടൂറിസം സർക്യൂട്ടിന് തുടക്കം കുറിക്കുകയാണ്. ആനക്കൂട്ടിൽ നിരവധി പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു. അടവിയിൽ കൂടുതൽ പദ്ധതികൾ, കൊട്ടവഞ്ചിക്കപ്പുറമുള്ള മറ്റു പദ്ധതികൾ, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അടവിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഹൈടെക് ക്ലാസ് മുറികളും ആധുനിക ലാബുകളുമായി മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. ഒപ്പം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്ന ഗുരു നിത്യചൈതന്യയതി സാംസ്കാരിക സമുച്ചയവും അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രവും കോന്നിയുടെ സാംസ്കാരിക മേഖലയിൽ വലിയ മുന്നേറ്റമാകും കൊണ്ടുവരിക. വരും നാളുകളിൽ കൂടുതൽ വികസന പദ്ധതികൾ പൂർത്തിയാക്കുന്നതോടെ കോന്നി കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറുമെന്നാണ് പ്രതീക്ഷ. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയാണ് കോന്നി മണ്ഡലം. നിരവധി മലയോര കർഷകരുള്ള മണ്ഡലം, വന്യമൃഗശല്യം രൂക്ഷമായ മണ്ഡലം. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും വികസനവും ഇവിടെ നിരവധിയുണ്ട് എന്നാണ് MLA അടക്കം അവകാശപ്പെടുന്നത്. എന്നാൽ അത്തരത്തിലല്ല. കഴിഞ്ഞ 7 വർഷം മുൻപത്തെ അതേ രീതിയിലാണ് കോന്നി ഇപ്പോഴും ഉള്ളത് എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നുമുണ്ട്. എന്തായാലും വരുന്ന ഇലക്ഷനിൽ എന്താണ് കോന്നിയിലെ സ്ഥിതിയെന്ന് കണ്ടറിയാം. കോന്നിയിൽ നിന്നും ക്യാമറാമാൻ രതീഷ് മണബേശ്ശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.